കോഴിക്കോട് അരയിടത്തു പാലത്തിന് സമീപം ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ഒരു സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചൊരു അപകടമുണ്ടാവുന്നതും ബസ് മറിഞ്ഞ് 50ഓളം യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതായത് ഈ അരയിട ബസ് സ്റ്റാൻഡിൽ നിന്നും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് വേർട്ടെക്സ് എന്ന പേരിലുള്ള ഒരു സ്വകാര്യ ബസ് വരികയായിരുന്നു. ഈ പാലത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് ബസ് എത്തുന്ന സമയത്താണ് ഈ രണ്ട് ഇരുചക്ര വാഹനങ്ങളുമായിട്ട് കൂട്ടിയിടിക്കുന്നത്. ആ സമയം തന്നെ ബസ് സഡൻ ബ്രേക്ക് ഇട്ട സാഹചര്യത്തിൽ ബസ് മറിഞ്ഞു എന്നാണ് ഇവിടെ കണ്ട നാട്ടുകാരൊക്കെ ഇപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം. അക്കാര്യത്തിലൊക്കെ കൂടുതൽ പരിശോധനകളും അന്വേഷണവും ഇപ്പോൾ പോലീസ് നടത്തി വരികയുമാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് മുമ്പിൽ കാറുണ്ടായിരുന്നു. അത് കാറിനെ ഈ ബൈക്കാരെ ഏകദേശം ഓവർടേക്ക് ചെയ്ത് കഴിയാനതിന് ശേഷമായിരുന്നു അവിടെ ബസ് വരുന്നുണ്ടായിരുന്നു. ബസ് നേരെ വന്ന് സൈഡിൽ ഇടിക്കായിരുന്നു. സൈഡിൽ ഇടിച്ചതിന് ശേഷം നേരെ ബൈക്കാരെ നേരെ തൊട്ട് മുമ്പിലുള്ള കാറിൻ്റെ മുമ്പിലേക്ക് വീണു. കാറ് തട്ടിയിട്ടൊന്നുമില്ല. കാറ് സഡൻ ബ്രേക്ക് ഇട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പത്തിന് മുമ്പിൽ അവിടെ കാറിൻ്റെ ഏകദേശം തൊട്ട് മുമ്പ് തന്നെ ആയിരുന്നു വീണത്. ഇതിൽ ഈ 50 പേരിൽ 41ഓളം ആളുകളെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചത്. 12 ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുമാണ് വ്യക്തമാക്കുന്നത്. ഈ ബസ് മറിഞ്ഞ ആ സമയത്ത് തന്നെ ബസ്സിൻ്റെ മുൻഭാഗത്ത് 2 ടയറുകളും പൂർണ്ണമായി തകർന്നിരുന്നു. പിന്നീട് ക്രെയിനെല്ലാം വന്നതിന് ശേഷമാണ് ഈ ബസ്സിനെ നിവർത്തിയതിനു ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് ഒരു വാഹനം വലിച്ച് മാറ്റിയത്. അതിനുശേഷം ഈ ബസ്സിൽ നിന്നും റോഡിലേക്ക് പരന്നൊഴുകിയിരുന്ന ഡീസലും അതുപോലെ തന്നെ ഓയിലും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ഫയർഫോഴ്സ് സംഘം എത്തി വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് അരയിടത്തു പാലം റോഡ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബസ് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലൊക്കെ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി വരികയാണ്. ആശുപത്രിയിലുള്ളവർ ചികിത്സയിൽ തുടരുകയുമാണ്.